4 സഹോദരങ്ങൾ. ഒരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു മീൻകാരൻ അവന്റെ 4 മക്കളുമായി താമസിച്ചിരുന്നു. അവരുടെ പേരായിരുന്നു റോബ്, കോൾ, അലക്സ്, പിന്നെ ഹാരി. മീൻകാരൻ വളരെ പാപ്പരായിരുന്നു. മീൻ വിൽക്കുക അതുമാത്രമായിരുന്നു സമ്പാദ്യം. കുടുംബം നോക്കാൻ മാത്രമേ അവന് സമ്പാദിക്കാൻ കഴിയുമായിരുന്നു. മക്കൾക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. ഒരു ദിവസം മക്കളെ വിളിച്ചു അയാൾ പറഞ്ഞു, കുട്ടികളെ കേൾക്കൂ, എന്റെ കയ്യിൽ നിങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ല. നിങ്ങൾ ലോകം കാണാനായി പുറത്തു പോകേണ്ട പ്രായമായി. ഒരു പണി കണ്ടുപിടിക്കൂ, എന്നിട്ടത് പഠിക്കൂ. പക്ഷെ അച്ഛാ, ഞങ്ങൾക്ക് വ്യാപാരമോ കലയോ ഒന്നും പറഞ്ഞുകൂടാ. വീട്ടിൽ നിന്നും മാറി ഞങ്ങൾ എന്ത് ചെയ്യാനാ? അത് തന്നെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ സഞ്ചരിച്ച് കണ്ടുപിടിക്കണം ഏത് ജോലി ചെയ്യാനാണ് നിങ്ങൾ സമർത്ഥരെന്ന്. പക്ഷെ അച്ഛാ, ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് വെളിയിൽ പോയിട്ടില്ല. എന്റെ കുട്ടി, എല്ലാം ശരിയായി സംഭവിക്കും. നിങ്ങളും ഒരു മീൻകാരന്റെ ജീവിതം ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജോലി കൊണ്ട് ജീവിക്കാൻ ഒട്ടും സാധിക്കില്ല. പോയി ഒരു നല്ല വ്യാപാരം കണ്ടുപിടിക്കൂ മക്കളെ. എന്നാൽ ശരി അച്ഛാ, അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയിട്ട് വരാം. അതെ അച്ഛാ, ഞങ്ങൾ എല്ലാവരും പോയിട്ട് വരാം. 4 സഹോദരങ്ങളും അച്ഛനോട് വിട പറഞ്ഞു യാത്ര തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞ് അവർ 4 പേരും 4 ദിശയിലേക്ക് പോകുന്ന വഴികൾ കണ്ടു. റോബ് അവന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും ഓരോ വഴിയിലേക്ക് പോകണമെന്ന്, എന്നിട്ട് 4 വർഷം കഴിഞ്ഞ് ഇവിടെ കണ്ടുമുട്ടണമെന്ന്. താങ്കൾ പറയുന്നത് പോലെ വലിയേട്ടാ. താങ്കൾ പറയുന്നത് പോലെ വലിയേട്ടാ. 4 സഹോദരങ്ങളും 4 വഴിക്കായി പിരിഞ്ഞു. റോബ് വഴിയിൽ ഒരു ആളെ കണ്ടുമുട്ടി. കൂട്ടുകാരെ, അങ്ങോട്ട് വഴിയില്ല. നീ എങ്ങോട്ട് പോകുന്നു? എനിക്ക് വ്യാപാരം പഠിക്കണം. എന്തെങ്കിലും തരത്തിലെ വ്യാപാരം, അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ഓ, അതാണോ അപ്പോൾ കാര്യം? ഞാൻ നിന്നെ ലോകത്തിലെ ഏറ്റവും സമർത്ഥനായ കള്ളനാക്കാം. ഇല്ല ഇല്ല, എനിക്ക് സത്യസന്ധതയോടെ സമ്പാദിക്കണം. അതിൽ കള്ളത്തരം പാടില്ല. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. ഞാൻ ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ കൂട്ടുകാരാ, ആരാണ് നിന്നോട് ജയിലിൽ പോകാൻ പറയുന്നത്? നീ മോഷണം എന്ന കല പഠിക്കൂ, എന്നിട്ട് അതിനെ നല്ലതിനായി ഉപയോഗിക്കൂ. റോബ് അതിനോട് യോജിച്ചു. ഒരു വ്യാപാരം പഠിക്കുന്നതിൽ ഒരു കുറ്റവുമില്ലെന്ന് കരുതി. അതുകൊണ്ട് അവൻ അയാളുടെ കൂടെ പോയി. അയാൾ അവനെ കള്ളത്തരത്തിൽ സമർത്ഥനാക്കി. റോബിന് ആവശ്യമുള്ളത് എന്തും അവനും ആരും അറിയാതെ കക്കാൻ പഠിപ്പിച്ചു. നടന്നു കോൾ ഒരു നദിയുടെ തീരത്തെത്തി. അവിടെ ആ സ്ഥലത്ത് ഒരേ ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൂരങ്ങൾ വരെ ഒന്നുമില്ലായിരുന്നു. അവൻ ഒരാൾ നദിയുടെ തീരത്ത് നിൽക്കുന്നത് കണ്ടു. ചില്ലുകൊണ്ട് നിർമ്മിച്ച ഒരു സാധനം കയ്യിൽ പിടിച്ചിരിക്കുന്നത് അവൻ കണ്ടു. അതെന്താണെന്ന് കോളിന് മനസ്സിലായില്ല. അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു. ഹേയ്, നമസ്കാരം. അങ്ങ് എന്താണ് ചെയ്യുന്നത്? ഈ മെഷീൻ കൊണ്ട് ദൂരെ ഉള്ളത് നിനക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഞങ്ങൾ ഇതിനെ ബൈനോക്കുലേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കാമോ? നിനക്കിത് പഠിക്കണമെങ്കിൽ ഞാൻ ഉറപ്പായും നിന്നെ പഠിപ്പിക്കും. കോൾ ആ മനുഷ്യന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അയാൾ അവനെ ബൈനോക്കുലേഴ്സ് ഉപയോഗിക്കുന്ന രീതികൾ പഠിപ്പിച്ചു. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ കോൾ അതിൽ വിദഗ്ധനായി. നീ പെട്ടെന്ന് ഇത് പഠിച്ചു. ഇനി നിനക്ക് പോകണമെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. അതെ, 1 വർഷം മുഴുവനും കടന്നുപോയി. ഞാൻ ഇനി പോകാം. എന്നാൽ ശരി മോനെ, ഈ ബൈനോക്കുലേഴ്സ് നീ വെച്ചോ. ഇതുകൊണ്ട് നിനക്ക് എല്ലാം കാണാനാകും, ഭൂമിയിലെയോ ആകാശത്തിലെയോ. അതേപോലെ തന്നെ 3ാമത്തെ സഹോദരൻ അലക്സ് ഒരു വേട്ടക്കാരനെ കണ്ടുമുട്ടുന്നു. അവൻ വേട്ടക്കാരന്റെ ഒപ്പം താമസിക്കുന്നു. അയാളുടെ കയ്യിൽ നിന്നും വേട്ടയുടെ കല പഠിക്കുന്നു. അലക്സ്, കുറെ ദിവസമായല്ലോ നീ ഈ ഫീൽഡിൽ കിടന്ന് പരിശീലിക്കുന്നു. ഇന്ന് നമ്മൾ കാട്ടിൽ ചെന്ന് പരിശീലിക്കണം. നമുക്ക് നോക്കാം അനങ്ങുന്ന സാധനങ്ങളിൽ നിനക്ക് ഉന്നം കിട്ടുമോ എന്ന്. ഓ ശരി. 2 പേരും കാട്ടിലേക്ക് ചെന്നു. അവിടെ വേട്ടക്കാരൻ അലക്സിലെ ഓടുന്ന മാനുകളെ എങ്ങനെ അമ്പെയ്യണം എന്ന് കാണിച്ചു. അമ്പ് ചെന്ന് മാനെ കൊണ്ട് അതിനെ വീഴ്ത്തി. അലക്സ്, ഇങ്ങോട്ട് വരൂ. ഇനി നീ അമ്പെയ്യൂ.
അലക്സ് അമ്പെടുത്ത് പറക്കുന്ന ഒരു പക്ഷിയെ ഉന്നമാക്കി. പക്ഷേ അമ്പ് കൊണ്ടില്ല. അലക്സ്, നിനക്ക് ഇനിയും പ്രാക്ടീസ് വേണം. ഇന്നു മുതൽ നീ എന്നും ഈ കാട്ടിൽ വന്ന് എപ്പോഴും പരിശീലിച്ചിരിക്കണം. താങ്കൾ പറയുന്നത് പോലെ. എന്നും വേട്ടക്കാരൻ അലക്സിനെ കാട്ടിൽ പരിശീലനത്തിനായി കൊണ്ടുവരും. സമയം കഴിഞ്ഞതും അലക്സ് ഒരു ഉന്നം പോലും പിഴയ്ക്കാതെ അമ്പെയ്യാൻ പഠിച്ചു. വേട്ട ചെയ്യുന്ന കലയിൽ അലക്സ് പെട്ടെന്ന് തന്നെ വിദഗ്ധനായി. കാലക്കി അലക്സ്, നിന്റെ ഉന്നം ഇപ്പോൾ വളരെ ശരിയാണ്. നീ ഈ കലയുടെ എല്ലാ പഴുതും പഠിച്ചിരിക്കുന്നു. വളരെ നന്ദി സഹോദര, നീ എന്നെ വളരെയധികം സഹായിച്ചു. നീ കാരണം മാത്രമാണ് എനിക്കിത് പഠിക്കാൻ സാധിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ തിരിച്ചു പോയി എൻ്റെ അച്ഛനെ സഹായിക്കണമെന്ന്. എന്നാൽ ശരി, നിനക്ക് പോകാം. പിന്നെ ഈ അമ്പും വില്ലും നീ കൊണ്ടുപോയിക്കോ. വളരെയധികം ആവശ്യപ്പെടും നിനക്ക്. ഏറ്റവും ചെറിയ ഹാരി ഒരു ഗ്രാമത്തിലെത്തി. അവിടെ അവൻ ഒരു തയ്യൽക്കാരനെ കണ്ടുമുട്ടുന്നു. സഹോദര, ആരാണ് നീ? നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എൻ്റെ പേര് ഹാരി എന്നാണ്. ഞാൻ ഏതുതരം ജോലിയും പഠിക്കാൻ വന്നതാണ്. ശരി, നിനക്ക് തയ്യൽ പഠിക്കണമെങ്കിൽ നീ എന്നോട് പറയൂ, ഞാൻ നിന്നെ പഠിപ്പിക്കാം. തീർച്ചയായും ഞാൻ ഇത് പഠിക്കാനായി തയ്യാറാണ്. ഹാരി തയ്യൽക്കാരന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. നല്ല മനസ്സോടെ തയ്യൽക്കാരൻ ഹാരിയെ തുണി തയ്ക്കുന്ന കല പഠിപ്പിച്ചു. ജോലിയുടെ എല്ലാതര കാര്യങ്ങളും അയാൾ ഹാരിയെ പഠിപ്പിച്ചു. എങ്ങനെ സൂചിയിൽ നൂല് കോർക്കണം, തയ്ക്കുന്നതിന് മുന്നേ തുണി എങ്ങനെ കൈകാര്യം ചെയ്യണം, അയാൾ അവനെ എല്ലാം പഠിപ്പിച്ചു. സമയം കടന്നുപോയതും ഹാരി തയ്യൽ ജോലി വളരെ നന്നായി പഠിച്ചു. തയ്യൽക്കാരൻ ഹാരിയുടെ കഷ്ടപ്പാടും സത്യസന്ധതയും കണ്ട് സന്തോഷിച്ചു. ഹാരി പോകാൻ നേരത്ത് തയ്യൽക്കാരൻ ഹാരിക്ക് സൂചിയും നൂലും നൽകിയിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ജോലിയിൽ വളരെയധികം തൃപ്തനാണ്. നീ സൂചിയും നൂലും വെച്ചോളൂ. ഇത് സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ വെക്കണം. കാത്തു സംരക്ഷിക്കണം നീ ഇത്. അങ്ങനെ നിനക്ക് എന്തും തയ്ക്കാനാകും. ആർക്കും ഒരു തയ്യൽ പോലും കണ്ടുപിടിക്കാനാവില്ല. നീ എന്ത് തയ്ച്ചാലും. 4 വർഷങ്ങൾക്ക് ശേഷം 4 സഹോദരങ്ങളും തീരുമാനിച്ചതുപോലെ അതേ സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. അവിടെ നിന്നും അവർ ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയവർ അച്ഛനെ കണ്ട് അവർ 4 പേരും പഠിച്ച കാര്യങ്ങൾ പറയുന്നു. ഒരു ദിവസം അവർ അച്ഛനോടൊപ്പം വീട്ടിൽ നിന്ന് വെളിയിലെ മരത്തിന് കീഴെ ഇരിക്കുവായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ എത്ര വിദഗ്ധരാണെന്ന് എനിക്ക് കാണണം. ആ മരത്തിൻ മുകളിൽ ഒരു കിളിക്കൂടുണ്ട്. പറയൂ, അതിൽ എത്ര മുട്ടയുണ്ടെന്ന്? 5. എന്നാ ശരി റോബ്, ഇനി നീ പോയി ആ മുട്ടകൾ എടുത്തുകൊണ്ട് വരൂ. ആ കിളി അറിയാൻ പാടില്ല നീ എത്ര മുട്ടയാണ് എടുക്കുന്നതെന്ന്. റോബ് മരത്തിൽ കിളി കാണാതെ കയറി. അവൻ മുട്ട കട്ടെടുത്തു. അവൻ വിദഗ്ധനായതുകൊണ്ട് കിളിക്ക് താഴെ നിന്നും മുട്ട കാണാതായത് മനസ്സിലായത് പോലുമില്ല. വാവ്, കലക്കി. മീൻകാരൻ 4 മുട്ടയും ടേബിളിന്റെ 4 മൂലയ്ക്ക് വെച്ചു. എന്നിട്ട് അലക്സിനോട് പറഞ്ഞു, 4 മുട്ടയും 2ആയി പൊട്ടിക്കൂ, ഒരു അമ്പ് കൊണ്ട്. പക്ഷേ അതിനകത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാൻ പാടില്ല. അലക്സ് അവന്റെ അമ്പെടുത്ത് ഒരേ ഒരു അമ്പ് കൊണ്ട് എല്ലാ മുട്ടയും 2ആയി മുറിച്ചു. അത് കണ്ടത് മീൻകാരൻ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് അയാൾ ഹാരിയോട് പറഞ്ഞു, ഇനി ഈ മുട്ടയെ ഒരുമിച്ച് തയ്ക്കൂ, എന്നിട്ട് എന്നെ കാണിക്കൂ. അതുകൊണ്ട് ആ കിളി അതിനെ കുഞ്ഞിന് ജന്മം നൽകട്ടെ. ഹാരി സൂചിയെടുത്ത് എല്ലാ മുട്ടയും തയ്ച്ചു. പിന്നെ റോബ് വീണ്ടും മുട്ട കൂട്ടിൽ വെച്ചു. കിളിക്ക് വീണ്ടും ഒന്നും മനസ്സിലായില്ല. വളരെ നല്ല കാര്യം കുട്ടികളെ. നിങ്ങൾ എല്ലാവരും ഇത്രയും സമയം കൊണ്ട് എല്ലാം ആത്മാർത്ഥതയോടെ പഠിച്ചു. എന്റെ കയ്യിൽ നിങ്ങൾക്കായി ഒരു സമ്മാനവുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ജീവിതം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് സമ്മാനം നൽകുമെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുഴുവൻ രാജ്യത്തും വാർത്ത പടർന്നു. ഒരു ഡ്രാഗൺ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി. രാജാവ് ഉത്തരവിട്ടു, ആരാണ് രാജകുമാരിയെ കണ്ടുപിടിക്കുന്നതോ അവർക്ക് രാജകുമാരിയെ വിവാഹം ചെയ്തു നൽകുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനായി ഒരു അവസരം കിട്ടിയിരിക്കുന്നു. രാജകുമാരിയെ നിങ്ങൾ ഡ്രാഗണിൽ നിന്നും രക്ഷിക്കണം.
4 സഹോദരന്മാരും ആ രാജകുമാരിയെ ഡ്രാഗണിൽ നിന്നും രക്ഷിക്കാനായി തയ്യാറെടുത്തു. കോൾ വീണ്ടും ബൈനാക്കുലർ കൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് കാണാം രാജകുമാരി എവിടെയാണെന്ന്. ഡ്രാഗൺ അവളെ സമുദ്രത്തിന്റെ നടുക്ക് ഒരു ദ്വീപിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ആ ഡ്രാഗൺ രാജകുമാരിയുടെ അടുത്ത് കാവലിരിപ്പുണ്ട്. അവർ എന്നിട്ട് രാജാവിന്റെ അടുത്ത് ചെന്നു ഒരു വള്ളത്തിനായി അപേക്ഷിച്ചു. അങ്ങനെ അവർക്ക് ആ ദ്വീപിലെത്താം. രാജാവ് അവർക്കൊരു കപ്പൽ കൊടുത്തു. അവർ 4 പേരും ദ്വീപിലെത്തി. കോൾ വീണ്ടും ബൈനാക്കുലർ കൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ഡ്രാഗൺ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ അതിന്റെ തല രാജകുമാരിയുടെ മടിയിലാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉന്നം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ രാജകുമാരിക്ക് കൊണ്ടാലോ? നിൽക്കൂ, ഞാൻ ചെന്ന് രാജകുമാരിയെ കടത്തിക്കൊണ്ടുവരാം. നിങ്ങൾ കപ്പൽ തയ്യാറാക്കി വെക്കൂ. റോബ് രാജകുമാരിയെ ഡ്രാഗണിൽ നിന്നും കട്ടെടുത്തു. പക്ഷെ അവർ കപ്പലിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഡ്രാഗൺ എഴുന്നേറ്റു. അവരുടെ മുകളിൽ നിന്നും പറന്ന് അവരെ പിന്തുടർന്നു. അവൻ ആക്രമിക്കാൻ തുടങ്ങിയതും അലക്സ് അമ്പെയ്ത് അതിനെ കൊന്നു. പക്ഷെ ഡ്രാഗൺ വെള്ളത്തിൽ വീണതും വെള്ളത്തിൽ നിന്നും തെറിച്ച് കപ്പൽ കഷ്ണങ്ങളിൽ മുറിഞ്ഞകന്നു. അവർ പല കഷ്ണങ്ങളായി ഒഴുകുമായിരുന്നു. അങ്ങനെ ഹാരി സൂചിയെടുത്ത് അവൻ നൂലുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് തുന്നാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ എല്ലാവർക്കും ഇരിക്കും പാകം ഒരു പലക തുന്നിപ്പിടിപ്പിച്ചു. അവർ അങ്ങനെ രാജകുമാരിയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. അവർ രാജാവിന്റെ അടുത്തെത്തിയപ്പോൾ രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ 4 പേരും തമ്മിൽ തീരുമാനിക്കൂ, ആരാണ് രാജകുമാരിയെ വിവാഹം ചെയ്യേണ്ടതെന്ന്. അവരിത് കേട്ടതും അവർ 4 പേരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ഞാൻ രാജകുമാരിയെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ 3 പേരും എന്ത് ചെയ്യുമായിരുന്നു? അതുകൊണ്ട് ഞാൻ രാജകുമാരിയെ വിവാഹം ചെയ്യും. ഞാൻ രാജകുമാരിയെ ഡ്രാഗണിൽ നിന്നും രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ 3 പേരും എന്ത് ചെയ്യുമായിരുന്നു? അതുകൊണ്ട് ഞാൻ രാജകുമാരി വിവാഹം ചെയ്യും. ഞാൻ അഥവാ ഡ്രാഗണെ കൊന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ 3 പേർക്കും രാജകുമാരിയെ വീട്ടിലെത്തിക്കാൻ സാധിക്കുമായിരുന്നോ? അപ്പോൾ നിങ്ങൾ എങ്ങനെ വിവാഹം കഴിക്കുമായിരുന്നു? ഞാനാണ് വിവാഹത്തിന് അർഹനായവൻ. ഞാൻ ആ വള്ളം നെയ്തുണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ 3 പേരും മുങ്ങിപ്പോയേനെ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ രാജകുമാരിയെ വിവാഹം ചെയ്യണം. 4 സഹോദരങ്ങളും വഴക്കിടുന്നത് കണ്ട് രാജാവ് തീരുമാനിച്ചു, ആരും രാജകുമാരിയെ വിവാഹം കഴിക്കില്ല എന്ന്. ആരും അങ്ങനെ സന്തോഷമായിരിക്കില്ല. രാജാവ് 4 സഹോദരങ്ങൾക്കും രാജ്യത്തിന്റെ അരഭാഗം സമ്മാനമായി നൽകി. സഹോദരങ്ങൾക്ക് അവർ ആഗ്രഹിച്ചത് എല്ലാം കിട്ടി. അങ്ങനെ മീൻകാരൻ അവസാനം പാപ്പരല്ലാതെ മാറി. അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ശുഭം.